സ്വാഗതം ടോപ് 10ലേക്ക്. T20 ലോകകപ്പ് കിരീടം നിലനിർത്തുന്ന ആദ്യ ടീം എന്ന ചരിത്ര നേട്ടം ഇന്ത്യക്ക് സ്വന്തമാകുമോ? ഒരു ആതിഥേയ രാജ്യവും സ്വന്തമാക്കിയിട്ടില്ലാത്ത T20 ലോകകപ്പ് കിരീടം ഉറപ്പിക്കാൻ ഇന്ത്യക്കാകുമോ? ലോകത്തിലെ ഏറ്റവും വലിയ ക്രിക്കറ്റ് സ്റ്റേഡിയമായ അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ 1,00,000-ലധികം ആരാധകരെ സാക്ഷിയാക്കി കലാശ പോരാട്ടത്തിൽ പുതുചരിത്രം പിറക്കുമോ? കളി എന്തായാലും ഇന്ത്യൻ കൈകളിലെന്ന് ഇതുവരെയുള്ള പ്രകടനത്തിൽ നിന്ന് പറയാം. ടോപ് 10 അവസാനിക്കും മുൻപ് തന്നെ എന്തായാലും ഫലവും അറിയാം. നോക്കാം. എന്തായാലും ഇന്നത്തെ 10 പ്രധാന വാർത്തകളിൽ നിന്ന് തുടങ്ങാം. T20 ലോകകപ്പിൽ ഇന്ത്യക്ക് കൂറ്റൻ സ്കോർ. ന്യൂസിലൻഡിന് 256 റൺസ് വിജയലക്ഷ്യം. 89 റൺസ് എടുത്ത സഞ്ജു സാംസൺ ടോപ്പ് സ്കോറർ. അഭിഷേകിനും ഇഷാനും അർദ്ധ സെഞ്ചുറി. ന്യൂസിലൻഡിന് 5 വിക്കറ്റുകൾ നഷ്ടമായി. പറവൂരിൽ പ്രതിപക്ഷ നേതാവിനെ നേരിടാൻ LDF സ്ഥാനാർത്ഥി E.T. ടൈസൺ. അടൂരിൽ ചിറ്റയം ഗോപകുമാറിന് ഇളവില്ല. തൃശൂരിൽ ആലങ്കോട് ലീലാകൃഷ്ണൻ. 4 CPI മന്ത്രിമാരും മത്സരിക്കും. മഞ്ചേശ്വരത്ത് KR ജയാനന്ദ LDF സ്ഥാനാർത്ഥി. ആലപ്പുഴയിൽ ചിത്തരഞ്ജന്റെ പേരും പടവും വച്ച ചുവരെഴുത്ത്. പാലക്കാട് ചുവരെഴുതി BJPയുടെ പ്രചരണത്തിന് തുടക്കം കുറിച്ച ശോഭാ സുരേന്ദ്രൻ. BJPയുടെ മികച്ച മുന്നേറ്റത്തിന് തടസ്സം വിഭാഗീയത എന്ന വിമർശനം തള്ളി വി മുരളീധരൻ അമൃത TVയുടെ തെരഞ്ഞെടുപ്പ് പോഡ്കാസ്റ്റ് നോട്ട് ദി പോയിന്റ്. കെ മുരളീധരനെ തോൽപ്പിക്കാൻ BJP ശ്രമമെന്ന ആരോപണം തെറ്റ്. എയിംസിന് ഉചിതമായ സ്ഥലം തിരുവനന്തപുരമെന്നും വി മുരളീധരൻ. ഖേദപ്രകടനത്തിന് ശേഷവും ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആക്രമണം തുടർന്ന ഇറാൻ. കുവൈറ്റിൽ 2 സൈനികർ കൊല്ലപ്പെട്ടു. വിമാനത്താവളത്തിന് നേരെയും ആക്രമണം. ബഹ്റൈനിൽ സൽമാൻ തുറമുഖത്തിന് നേരെ ആക്രമണം. UAE ഇന്ന് നേരിട്ടത് 16 മിസൈലുകളും 113 ഡ്രോണുകളും. സംഘർഷത്തിൽ പങ്കാളിയാകില്ല എന്ന് UAE. ഇറാനിലെ എണ്ണ സംഭരണശാലകൾ തകർത്ത് ഇസ്രായേൽ. അയത്തുള്ള ഖമനേയിയുടെ പിൻഗാമിയെ തെരഞ്ഞെടുത്തതായി ഇറാൻ മാധ്യമങ്ങൾ. ആക്രമണങ്ങൾക്ക് ഇറാൻ സിവിലിയൻ കേന്ദ്രങ്ങളെ മറയാക്കുന്നുവെന്ന് US സെൻട്രൽ കമാൻഡ്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ നാളെ സൈപ്രസിൽ. വയനാട് ടൗൺഷിപ്പ് സന്ദർശനത്തിനിടെ അതൃപ്തി അറിയിച്ചു എന്ന വിവാദത്തിൽ CPM ജില്ലാ സെക്രട്ടറിയെ ഫോണിൽ വിളിച്ച് മമ്മൂട്ടി. മനഃപൂർവ്വം അപമാനിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്ന് മമ്മൂട്ടി അറിയിച്ചതായി ജില്ലാ സെക്രട്ടറി K. റഫീഖ്. പ്രതികരണം: മമ്മൂട്ടിക്കെതിരെ സൈബർ ആക്രമണം രൂക്ഷമായതോടെ. പാർലമെന്റ് ബജറ്റ് സമ്മേളനത്തിന്റെ 2ാം ഘട്ടം നാളെ മുതൽ. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയെ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നൽകിയ നോട്ടീസ് സഭയിലെത്തും. MP മാർക്ക് വിപ്പ് നൽകി BJPയും കോൺഗ്രസും. പശ്ചിമേഷ്യൻ സംഘർഷവും വിലവർധനയും സഭയെ പ്രക്ഷുബ്ധമാക്കും. ഇടതു സർക്കാരിന്റെ മദ്യനയത്തിനെതിരെ KCBC മദ്യവിരുദ്ധ സമിതി. സർക്കാരിനെ വിമർശിക്കുന്ന സർക്കുലർ പള്ളികളിൽ വായിച്ചു. സംസ്ഥാനത്ത് മദ്യശാലകളുടെ പ്രളയമെന്നും വിമർശനം. സർക്കാർ മദ്യത്തെ ജനകീയവൽക്കരിക്കുന്നുവെന്ന് പാലാ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ട്. സ്ഥലത്തില്ലാത്തതിനാൽ പങ്കെടുക്കാതെ ജോസ് കെ മാണി. വിയറ്റ്നാം കപ്പലിടിച്ച് തകർന്ന മത്സ്യബന്ധന ബോട്ടിലെ 9 തൊഴിലാളികളെ കരയിലെത്തിച്ച് ആശുപത്രിയിലേക്ക് മാറ്റി. വിഴിഞ്ഞം തീരത്തെത്തിച്ചത് കൊല്ലം ശക്തികുളങ്ങരയിൽ നിന്ന് പോയ ബോട്ടിലെ തൊഴിലാളികളെ. ബോട്ട് അപകടത്തിൽ കാണാതായ 2 തൊഴിലാളികൾക്കായുള്ള തെരച്ചിൽ തുടരുന്നു. സ്റ്റോറി ഓഫ് ദി ഡേ: വനിതകൾക്ക് മാതൃകയായി ഈ രത്നം. With the crest held high, one more ball and we touch the sky. T20 ലോകകപ്പിൽ ഇന്ത്യക്ക് കൂറ്റൻ സ്കോർ. ന്യൂസിലൻഡിന് 256 റൺസ് വിജയലക്ഷ്യം. 89 റൺസ് എടുത്ത സഞ്ജു സാംസൺ ആണ് ടോപ്പ് സ്കോറർ. സഞ്ജു 46 പന്തിൽ നിന്നാണ് 89 റൺസ് നേടിയത്. അഭിഷേക് ശർമ്മയും ഇഷാൻ കിഷനും അർദ്ധ സെഞ്ചുറികൾ നേടി. 5 വിക്കറ്റുകളാണ് ഇന്ത്യക്ക് അപ്പോൾ നഷ്ടമായത്. തകർപ്പൻ തുടക്കമാണ് സഞ്ജു അഭിഷേക് സഖ്യം ഇന്ത്യക്ക് നൽകിയത്. ഫോമിലേക്ക് തിരിച്ചെത്തിയ അഭിഷേക് 21 പന്തിൽ 52 റൺസ് നേടിയാണ് അർദ്ധ സെഞ്ചുറി നേടിയത്. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ന്യൂസിലൻഡിന് തുടക്കം തന്നെ പതറി എന്ന് പറയണം. ന്യൂസിലാൻഡിന്റെ ആദ്യ വിക്കറ്റുകൾ നഷ്ടമായി. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് വിലയിരുത്തലുമായി രാജേഷ് ഉള്ളൂർ ചേരുന്നുണ്ട്. രാജേഷ്, നമുക്ക് ഇന്ത്യയുടെ ബാറ്റിംഗ് മികവിനെ കുറിച്ച് പിന്നെ പറയാം. കാരണം ഇപ്പോൾ കളി നടക്കുന്നത് ഇന്ത്യയുടെ ബൗളിങ്ങിലാണല്ലോ. ഫിന്നലൻ, ഫിലിപ്സ് അടക്കമുള്ളവരെ വീഴ്ത്തിയ ബൗളിംഗ് മികവ് എടുത്തു പറയേണ്ടതാണ്. 8 ഓവറിനുള്ളിൽ 5 നിർണായക വിക്കറ്റുകളാണ് വീണത്. ഫീൽഡിങ്ങിലടക്കം ഗംഭീരം എന്ന് തന്നെ പറയണ്ടേ?
ശ്രീജ, ഒരു ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ത്രില്ലിംഗ് ക്ലൈമാക്സിലേക്കാണ് ഈ മത്സരം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം 75% ഇന്ത്യ വിജയത്തിലേക്ക് കടക്കുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് ഓരോ ക്രിക്കറ്റ് ആരാധകർക്കും അല്ലെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർക്കും. പക്ഷേ കിവീസിനെ സംബന്ധിച്ചിടത്തോളം ഉയർത്തെഴുന്നേൽക്കുന്ന ഒരു ടീം എന്നുള്ള ഒരു വിശേഷണമുണ്ട്. അസാധ്യമെന്ന് പറയുന്ന പല സ്ഥലത്തു നിന്നും അവർ ഉയർത്തെഴുന്നിട്ടുണ്ട്, വിജയം കൈവരിച്ചിട്ടുമുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഇന്ത്യക്ക് വിജയ സാധ്യത എന്ന് പറയുമ്പോൾ ഏകദേശം ഇപ്പോഴത്തെ നില അനുസരിച്ച് 47 പന്തിൽ നിന്ന് 137 റൺസ് മാത്രം മതി എന്ന് ഒരുപക്ഷേ കിവീസ് ആരാധകർക്ക് പറയാൻ കഴിയും. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 137 റൺസ് ഈ 46 ബോളിൽ നിന്ന് എടുക്കുക എന്ന് പറയുന്നത് അസാധ്യമെന്നും പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ ക്രിക്കറ്റാണ്, എന്തും നടക്കാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭാഗ്യവും ഇതിലൊരു ഘടകമാണ്. ഇനി പെർഫോമൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ സെക്കൻഡ് ബാറ്റിങ്ങിൽ 256 റൺസ് പിന്തുടരുന്ന ന്യൂസിലാൻഡിന് ആദ്യം ഈ മധ്യനിര വിക്കറ്റുകൾ നഷ്ടമായതാണ് തിരിച്ചടിയായത്. നമുക്ക് ടിം സിഫേർട്ടാണ് ആദ്യമായി ഓപ്പൺ ചെയ്ത് ഏകദേശം 50 പുറത്ത് റൺ അർദ്ധ സെഞ്ചുറി നേടി ഒരു നിലയിലേക്ക് കൊണ്ടെത്തിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ മറുവശത്ത് വിക്കറ്റ് വീഴുന്നതാണ് അവർക്ക് തിരിച്ചടിയായത്. തുടക്കത്തിലെ 2-3 വിക്കറ്റുകൾ പോയപ്പോൾ നേരത്തെ ശ്രീജ സൂചിപ്പിച്ച പോലെ ആദ്യത്തെ 8 ഓവറിൽ തന്നെ വിക്കറ്റുകൾ അവർക്ക് 4 വിക്കറ്റ് നഷ്ടമായതാണ് ഏറ്റവും തിരിച്ചടിയായത്. അതുകൊണ്ട് സ്കോറിംഗ് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. പക്ഷേ ഇപ്പോൾ ക്യാപ്റ്റൻ സാറ്റ്നറും അതോടൊപ്പം തന്നെ ഡാരി മിച്ചലും വന്നപ്പോൾ സ്കോറിംഗ് അല്പം മൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാൽ ആ റൺ റേറ്റ് കവർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. എങ്കിലും അവർ ഓരോ ഓവറിലും 10 പുറത്തേക്ക് സ്കോർ ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട്. ഒരു വിക്കറ്റ് കൂടി വീണ് കഴിഞ്ഞാൽ കുറച്ചുകൂടെ പരിങ്ങില്ലാവും ന്യൂസിലാൻഡിൻ്റെ അവസ്ഥ എന്നതാണ്. പക്ഷേ ന്യൂസിലാൻഡിനെ സംബന്ധിച്ചിടത്തോളം 9 ബാറ്റ്സ്മാൻമാർ വരെ അല്ലെങ്കിൽ ഓൾറൗണ്ടർമാരായ ആൾക്കാർ പോലും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു എന്നത് തന്നെയാണ്. അതുകൊണ്ട് 9 വിക്കറ്റ് വീണാലും ഒരുപക്ഷെ ചെറിയ റൺസ് അകലെയാണെങ്കിൽ പോലും ഇന്ത്യ ഭയക്കേണ്ടിയിരിക്കുന്നു എന്ന് നമുക്ക് സൂചിപ്പിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇപ്പോഴത്തെ സ്കോർ നില അനുസരിച്ച് 124 റൺസാണ്. 6 വിക്കറ്റ് നഷ്ടമായിരിക്കുന്നു. ഒരു വിക്കറ്റ് കൂടി ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ ഒരു വിക്കറ്റ് കൂടി നഷ്ടമായിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഏകദേശം വിജയം ഇന്ത്യ കൈപ്പിടിയിൽ ഒതുക്കി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇന്ത്യക്ക് തുടർച്ചയായ 3ാം ലോക കിരീടം എന്ന ആ സ്വപ്നത്തിലേക്ക് എത്തുന്നുവെന്ന് പറയാൻ പറ്റും. ശ്രീജ, തീർച്ചയായും വിക്കറ്റുകൾ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യൻ ആരാധകർ വലിയ ആവേശത്തിൽ തന്നെയായിരിക്കും. എന്തായാലും നമുക്ക് സഞ്ജുവിൻ്റെ കളിയടകിൽ അതിനെക്കുറിച്ച് കൂടി ഒന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇന്ത്യയെ ലോക ഫൈനൽ എത്തിച്ച സഞ്ജു സാംസൺ തന്നെയായിരുന്നു ഇന്നും ബാറ്റിംഗിൽ ഇന്ത്യയുടെ നട്ടെല്ലായത്. നമുക്കത് എടുത്തു പറയാതിരിക്കാൻ കഴിയില്ല. 15 ഓവറിന് പിന്നാലെ പോയ വിക്കറ്റുകൾ ഒഴിച്ചാൽ ഇന്ത്യ വളരെ മികച്ചു തന്നെയല്ലേ ഈ ബാറ്റിംഗിലും നിന്നത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. അത് നേരത്തെ നമ്മുടെ മുൻ വാർത്തയിൽ പറഞ്ഞതുപോലെ മുറിവേറ്റ സിംഹത്തിൻ്റെ ശ്വാസം ഗർജനത്തെക്കാളും ഭയാനകം. ഒരു ക്രിക്കറ്റർ കമൻറ്റേറ്റർ പറഞ്ഞു പോയ ഒരു വാക്കാണത്. കാരണം കരയിലിരുന്ന് കളി കണ്ടു, കളിയിൽ ഇറക്കിയിട്ട് വേണ്ട രീതിയിൽ ഒരു പ്രഷർ താങ്ങാൻ വയ്യാതെ കളിക്കാൻ കഴിയാതെ പോയി. പക്ഷേ ഇന്ത്യക്ക് വേണ്ടപ്പെട്ട അവസരത്തിനൊത്ത് ഉയരാൻ കഴിഞ്ഞ ഒരു ബാറ്റ്സ്മാൻ അല്ലെങ്കിൽ ഓൾറൗണ്ടറായിട്ട് വരുന്ന ആളാണ് സഞ്ജു സാംസൺ. പതിവ് തെറ്റിച്ചില്ല. ഈ 3ാം മത്സരത്തിലും അർദ്ധ സെഞ്ചുറിയുമായി മികച്ച പ്രകടനത്തോടുകൂടി സഞ്ജു ഇന്ത്യയെ തൊഴിലേറ്റി ഒരു കരയ്ക്കെത്തിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. സഞ്ജുവിൻ്റെ പ്രകടനത്തെ നമുക്ക് കണ്ടറിയണം. അതുതന്നെയാണ് പറഞ്ഞറിയിക്കുന്നതിനെ പോലെ അറിയണമെന്നാണ്. വളരെ ശാന്തനായി നിന്നുകൊണ്ടുള്ള ഒരു മത്സരമായിരുന്നു. അതായത് ഒരു സ്റ്റെബിലിറ്റി, അതായത് ഇന്ത്യൻ സ്കോറിന് ആദ്യത്തെ 6 ഓവറിൽ എത്ര സ്കോർ ചെയ്യാൻ കഴിയും, വിക്കറ്റ് നഷ്ടപ്പെടാതെ ഒരു മികച്ച ഒരു ടോട്ടലിലേക്ക് കൊണ്ടെത്തിക്കാൻ കഴിയണം എന്ന ഒരു നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള ഒരു ബാറ്റിംഗ് ആയിരുന്നു ഓപ്പണേഴ്സ് എടുത്തത്. ആ ഓപ്പണേഴ്സിൻ്റെ ഒരു ഓപ്പണിംഗ് കൂട്ടുകെട്ട് തന്നെയാണ് ഇന്ത്യക്ക് ഇങ്ങനെ ഒരു മികച്ച സ്കോറിലേക്ക് എത്താൻ കഴിഞ്ഞത്. അതിലെടുത്ത് പറയുമ്പോൾ വാലറ്റം അല്പം ഒന്ന് ഭയന്നു. അതായത് സ്കോറിംഗ് കുറച്ചുകൂടി, അതായത് യഥാർത്ഥത്തിൽ തുടക്കത്തിലെ ഉണ്ടായിരുന്ന ആ റൺ റേറ്റിൽ പോകുമായിരുന്നുണ്ടെങ്കിൽ ഒരു 270 മുതൽ 280 റൺസ് വരെ ഈ നിശ്ചിത ഓവറിൽ, അതായത് 20 ഓവറിൽ എടുക്കാൻ കഴിയുമായിരുന്നു എന്ന് ക്രിക്കറ്റ് ആരാധകർ പ്രതീക്ഷിച്ചു, ഞാൻ ഉൾപ്പെടെയുള്ളവർ പ്രതീക്ഷിച്ചു. പക്ഷേ ഈ 16 ഓവറിന് ശേഷമാണ് വിക്കറ്റുകൾ തുടരെ വീഴുകയും ചെയ്തത്. എന്തായാലും 2020 സംബന്ധിച്ചിടത്തോളം വിക്കറ്റ് ഒരു പ്രധാന ഘടകമല്ല. എങ്കിൽ പോലും റണ്ണ് മൂവ് ചെയ്യുന്നതിൽ അല്പം അബദ്ധങ്ങൾ പറ്റിയതു എന്ന് പോലും നമുക്ക് അതിൽ പറയേണ്ടി വരുന്നു. അതുകൊണ്ട് ടോട്ടൽ ഒരു 255 റൺസിൽ ഒതുങ്ങേണ്ടിയും വന്നു. എന്തായാലും മത്സരം ഇനി മുന്നോട്ട് പോകുന്നു. ഇപ്പോഴത്തന്നെ ക്രിക്കറ്റ് ആരാധകർ അല്ലെങ്കിൽ ഇന്ത്യൻ ആരാധകർ ആവേശത്തോടെ ഇന്ത്യയുടെ 3ാം കപ്പ് എന്ന ആ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള പ്രാർത്ഥനയും ആവേശത്തോടുകൂടി ഇരിക്കുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം കൂടിയുണ്ട്. ഈ പ്ലെയർ ഓഫ് ദി ടൂർണമെൻറ്റോ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ICCയുടെ മികച്ച കളിക്കാരിൽ 8 കളിക്കാരിൽ ഒരു വോട്ടിംഗ് നടക്കുകയാണ്. ഇന്നത്തോടുകൂടി അതിൻ്റെ വോട്ടിംഗ് അത് പൂർത്തിയാകും. അതുകൊണ്ട് മികച്ച 8 കളിക്കാരിലെ ഏറ്റവും മികച്ച ആൾ ആര് അല്ലെങ്കിൽ മികച്ച പ്ലെയർ ആര് എന്ന് കണ്ടെത്താനുള്ള വോട്ടിംഗ് നടക്കുന്നത്. അതിൽ സഞ്ജു സാംസൺ മാത്രമേ ഇന്ത്യയിൽ നിന്നും ഉൾപ്പെട്ടിട്ടുള്ളൂ. സഞ്ജു സാംസൺ ആകട്ടെ എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നതും പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും എന്തായാലും ആ ഒരു ആകാംക്ഷയിൽ തന്നെയാണ് നമുക്ക് എന്തായാലും ഈ ഒരു നിർണായക സാഹചര്യത്തിൽ നമുക്ക് എങ്ങനെയാണ് പറയാൻ സാധിക്കുന്നത്. കളി ഇപ്പോൾ ഇന്ത്യയുടെ കയ്യിൽ തന്നെയല്ലേ രാജേഷ്?
തീർച്ചയായിട്ടും 6 വിക്കറ്റ് നഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും മത്സരം അങ്ങനെയാണ്. 128 റൺസിന് 6 വിക്കറ്റ് നഷ്ടമായിരിക്കുന്നു. അതായത് താളം തെറ്റി, ന്യൂസിലാൻഡിൻ്റെ താളം തെറ്റി എന്നതിൻ്റെ ഏക ഉദാഹരണമാണ് ഇടയ്ക്കിടയ്ക്ക് ഈ വിക്കറ്റ് വീഴുക എന്നുള്ളത്. ഇന്ത്യ ഒരുപക്ഷെ ക്രിക്കറ്റ് ആരാധകർ പ്രതീക്ഷിച്ചതുപോലെ ഇന്ത്യയുടെ ഒരു ബൗളിങ്ങിൻ്റെ ഒരു മൂർച്ചക്കുറവ് പലരും എടുത്തു കാട്ടിക്കുന്നുണ്ടായിരുന്നു. ഫീൽഡിംഗ് അല്പം പരിതാപകരമാണ് എന്ന് വിശേഷിപ്പിക്കുന്നവരുണ്ട്. പരിതാപകരം എന്ന് ഉദ്ദേശിക്കുമ്പോൾ കമ്പയർ ചെയ്യുകയാണ്, ന്യൂസിലാൻഡുമായി കമ്പയർ ചെയ്യുമ്പോൾ ഇതിലെല്ലാം ഒരു പടി മുന്നിലാണ് ന്യൂസിലാൻഡ്. ബൗളിംഗ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ലൈനും ലെങ്തും കൃത്യമായി എറിയുന്ന ബൗളേഴ്സാണ് ന്യൂസിലാൻഡിനുള്ളത്. അവർ സ്വിംഗിംഗ് ബോൾ എറിയുന്നതിന് മിടുക്കന്മാരാണ്. പക്ഷേ അതിലൊക്കെ ഒരു പടി താഴെയാണ് ഇന്ത്യ എന്നാണ് പല ക്രിക്കറ്റ് വിദഗ്ധരും ഇതിനെ നിരീക്ഷിച്ചിരുന്നത്. പക്ഷേ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഈ ഫൈനലിൻ്റെ വളരെ പ്രാധാന്യത്തോടു കൂടി കളി കണ്ട് ഗൗരവത്തോടു കൂടി കണ്ട് ഈ ക്രിക്കറ്റ് ആരാധകരെ, ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകരെ, അല്ലെങ്കിൽ ആ ഗ്രൗണ്ടിൽ കൂടിയിരിക്കുന്ന 130 അല്ലെങ്കിൽ ഈ ലക്ഷക്കണക്കിന് ആരാധകരെ സാക്ഷി നിർത്തിക്കൊണ്ട് ആ കളിയുടെ ഉത്തരവാദിത്വ ബോധത്തോടുകൂടി ഓരോരുത്തരും അവരെ ജോലികൾ ചെയ്തു എന്ന് തന്നെ നമുക്കിതിൽ എടുത്തു പറയേണ്ടതുണ്ട്. ശ്രീജ എന്തായാലും ഇതുവരെ നിരാശപ്പെടുത്തിയിട്ടില്ല, മികച്ച പ്രകടനമാണ്. ഫീൽഡിംഗ് ഇഷാൻ കിഷനെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതുണ്ട്. ബൗണ്ടറി ലൈനിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രകടനം കമൻറ്റേറ്റേഴ്സ് പറയുന്നുണ്ട്, യുവത്വം തുളുമ്പുന്ന ഒരു പ്രകടനമാണ് ബാറ്റിങ്ങിലും ഫീൽഡിങ്ങിലും കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് ബൗളേഴ്സിനായിരുന്നാലും ഫീൽഡേഴ്സായിരുന്നാലും ഒരു മികച്ച ഒരു കൂട്ടുകെട്ട് അല്ലെങ്കിൽ ഒത്തൊരുമയോടുകൂടി എല്ലാ മേഖലയിലും ഇന്ത്യ കളിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട്. ഇനിയും ഇതിൻ്റെ അപ്ഡേഷൻസ് നമുക്ക് വരും. ഇതിലല്ലെങ്കിൽ ഇന്ത്യ വിജയത്തിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ കൂടുതൽ തത്സമയ വിവരങ്ങളുമായി നമുക്ക് തിരിച്ചെത്താം. 13.2 ഓവറിൽ 129 റൺസാണ് ഇപ്പോൾ ന്യൂസിലാൻഡ് എടുത്തിരിക്കുന്നത്, 6 വിക്കറ്റ് നഷ്ടത്തിൽ. ഇതാണ് ഏറ്റവും പുതിയതായി നൽകാൻ കഴിയുന്ന അപ്ഡേഷൻ. എന്തായാലും രാജേഷ്, നമുക്ക് ഈ ടോപ്പ് 10 തീരുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യ ജയിച്ചു എന്നുള്ള വാർത്തയുമായി ഒപ്പം ചേരാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഞാൻ രജിത്തിലേക്ക് പോവുകയാണ്. രജിത്ത്, വിഴിഞ്ഞം ഭാഗത്ത് എവിടെയോ ഉണ്ട്. നമുക്കറിയാം മലയാളികൾക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു നിമിഷം തന്നെയാണിത്. കാരണം നമ്മുടെ സഞ്ജു, കേരളത്തിൻ്റെ സഞ്ജു ഇന്ത്യയുടെ നട്ടെല്ലായി അഹമ്മദാബാദ് സ്റ്റേഡിയത്തിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. രജിത്ത്, നമുക്കറിയാം നമ്മുടെ കളിക്കാർ സമ്മർദ്ദത്തിലാണ്, പക്ഷേ അതിനേക്കാൾ ഏറെ സമ്മർദ്ദം അത് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളെപ്പോലുള്ളവർക്കാണ്. അവിടെ എന്താണ് കാണാൻ സാധിക്കുന്നത് വിഴിഞ്ഞത്ത് നിന്നുമുള്ള വിവരങ്ങൾ? ശ്രീജ, വിഴിഞ്ഞത്ത് ഞാൻ നിൽക്കുന്നത് സഞ്ജുവിന്റെ നാട്ടിലാണ്. അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. സഞ്ജുവിന്റെ നാട്ടിൽ അത്രത്തോളം ആവേശമാണ് ക്രിക്കറ്റിനുള്ളത്. കാരണം ഇന്നത്തെ കളിയുടെ ഏറ്റവും പ്രധാന താരം അത് സഞ്ജു തന്നെയാണ്. അതുകൊണ്ട് തന്നെ സഞ്ജു അത്രയ്ക്ക് ആവേശം നിറയ്ക്കുകയാണ് ഇവിടെയുള്ള ആളുകളിൽ എല്ലാവരിലും തന്നെ. അതുകൊണ്ട് തന്നെ ആ കളിയുടെ ആവേശം നമുക്ക് വിഴിഞ്ഞത്ത് വളരെ കൃത്യമായി തന്നെ കാണാൻ കഴിയുന്നു എന്നതാണ്. നിരവധി പേരാണ് കളി തത്സമയം കാണുന്നതിനായി വിഴിഞ്ഞത്ത് ഒത്തുകൂടിയിട്ടുള്ളത്. പ്രത്യേകം വൻ സ്ക്രീനുകളിൽ തന്നെ. എത്രത്തോളം ആവേശമുണ്ട്? ആവശ്യം മാത്രമാ. ജയിച്ചു കഴിഞ്ഞ ഇന്ത്യ, ഇനി സംസാരിക്കാൻ ഒന്നുമില്ല. സഞ്ജു ഈ വേൾഡ് കപ്പ് കൊണ്ടുപോയി കഴിഞ്ഞ് ഇനി മാറ്റം ഒന്നുമല്ല. ഓക്കെ സഞ്ജു, ആവേശം ഒട്ടും കുറയുന്നില്ല. കാരണം സഞ്ജുവിന്റെ നാട്ടുകാർ, അവർക്ക് സഞ്ജു ആണ് ഈ ടീമിനെ നയിച്ച് കഴിഞ്ഞ 3 കളികളിൽ തുടർച്ചയായി കളിച്ച് ഇപ്പോൾ ടീം ജയം നേടിയിരിക്കുന്നു എന്ന് അവർ ഉറപ്പിച്ചിരിക്കുന്നു. കാരണം ഇപ്പോഴത്തെ സ്ക്രീൻ തന്നെ നമുക്ക് 132 6 വിക്കറ്റ്, അത് തന്നെ ഇന്ത്യ ജയം ഉറപ്പിച്ചിരിക്കുന്നു എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ ആവേശം ഒട്ടും ചോരാതെ തന്നെ വിഴിഞ്ഞത്ത് അത്ര കണ്ട ആളുകൾ ഇപ്പോഴും എത്തുന്നു എന്നാണ്. കളി ജയത്തിലേക്ക് എത്തുമ്പോൾ കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സഞ്ജുവിന്റെ നാട്ടുകാർക്കൊപ്പം തന്നെ ഇന്ത്യ മുഴുവൻ ആഘോഷിക്കുകയാണ് ഈ ജയം എന്നതാണ് ഏറ്റവും പ്രധാനം. മറ്റ് സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ ബിഗ് സ്ക്രീനുകളിൽ ഇപ്പോൾ കളി ഒരേ സമയം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണാൻ കഴിയും. നിരവധി പേർ അവർ ഉഗ്രതത്തോടു കൂടി കാത്തിരിക്കുകയാണ് ആ ജയത്തിനായി. ആ ജയം നമുക്ക് വീണ്ടും കഴിഞ്ഞ 3 ദിവസത്തേക്ക് അല്ലെങ്കിൽ 3 കളികളിലെ ജയം സഞ്ജു വഴിയാണ് നേടിയതെങ്കിൽ ഈ ഫൈനലിലും അത് സഞ്ജു വഴി എത്തുന്നു എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ആ പ്രത്യേകതയെ ആഘോഷിക്കാനാണ് വിഴിഞ്ഞത്തുകാർ ഒത്തുകൂടിയിട്ടുള്ളത്. സഞ്ജുവിന്റെ നാട്ടിൽ വലിയ ആകാംക്ഷയിൽ ആഹ്ലാദത്തിൽ തന്നെയാണ് നാട്ടുകാരെല്ലാം. അവരെല്ലാവരും പറയുന്നത് പോലെ സഞ്ജു അടിച്ചെടുത്തു. പക്ഷേ ഇന്ത്യയുടെ ബൗളർമാർ ഇപ്പോൾ എറിഞ്ഞു വീഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ ആവേശോജ്വലമായ ഒരു ഫൈനൽ മത്സരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPI സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് തയ്യാറാക്കി CPI സംസ്ഥാന എക്സിക്യൂട്ടീവ്. 3 ടേം വ്യവസ്ഥ കർശനമായി പാലിച്ചാണ് സ്ഥാനാർത്ഥി നിർണയം.
പറവൂരിൽ ET സൈമണും അടൂരിൽ ചിറ്റയം ഗോപകുമാറിന് പകരം പ്രിജീഷ് ശശിധരനും മത്സരിക്കും. MN സ്മാരകത്തിൽ രാവിലെ ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് എക്സിക്യൂട്ടീവ് കൗൺസിൽ യോഗത്തിലാണ് CPIയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ അന്തിമ ലിസ്റ്റ് തയ്യാറായത്. അടൂരിൽ ചിറ്റയം ഗോപകുമാറിനെ വീണ്ടും പരിഗണിക്കണമെന്ന ജില്ലാ നേതൃത്വത്തിന്റെ ആവശ്യം തള്ളി യുവ നേതാവ് പ്രിജി ശശിധരനെയാണ് മത്സര രംഗത്തേക്കിറക്കാൻ CPI തീരുമാനിച്ചത്. പറവൂരിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരായി കയ്പമംഗലം MLA ആയിരുന്ന ET ടൈസൺ മത്സരിക്കും. 2 ടേം പൂർത്തിയാക്കിയാണ് ടൈസൺ പറവൂരിലെത്തുന്നത്. തൃശൂരിൽ ആലങ്കോട് ലീലാകൃഷ്ണനും ചിറയൻകീഴിൽ മനോജ് B ഇടമനയും ചാത്തന്നൂരിൽ R രാജേന്ദ്രൻ, പുനലൂരിൽ അജയ് പ്രസാദ് എന്നിവരും മത്സരിക്കുമെന്നാണ് സൂചന. പാർട്ടിയുടെ 4 മന്ത്രിമാരും മത്സര രംഗത്തുണ്ടാകും. 3 ടേം മത്സരിച്ചവർ ഇനി വേണ്ടെന്ന ടേം വ്യവസ്ഥ കൃത്യമായി പാലിക്കാനുള്ള പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം പാലിക്കപ്പെട്ടു. കഴിഞ്ഞ തവണ 25 സീറ്റിൽ മത്സരിച്ച CPI 17 സീറ്റുകൾ നേടിയിരുന്നു. അടുത്തയാഴ്ച തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരുന്നതിന് മുമ്പ് സ്ഥാനാർത്ഥി ലിസ്റ്റ് അന്തിമമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് CPI നിർണായക യോഗങ്ങൾ ചേർന്ന് തീരുമാനമെടുത്തത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായി CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KR ജയാനന്ദ മത്സരിക്കും. CPM കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ഇടത് സ്വതന്ത്രനായി ഷാനവാസ് പാദൂറിനെ മത്സരിപ്പിക്കാനായിരുന്നു ആദ്യ തീരുമാനം. എന്നാൽ ഷാനവാസ് മത്സരിച്ചാൽ UDF വോട്ടുകൾ പിടിച്ചെടുത്ത് അത് BJPയുടെ വിജയത്തിന് വഴി തുറക്കുമെന്ന വിലയിരുത്തലാണ് ജയാനന്ദയ്ക്ക് നറുക്ക് വീണത്. ഭാഷാ ന്യൂനപക്ഷ പ്രദേശമായ മഞ്ചേശ്വരം നിയോജക മണ്ഡലത്തിൽ ഏറെ സ്വാധീനമുള്ള KR ജയാനന്ദ തുളു അക്കാദമിയുടെ ചെയർമാനാണ്. ഔദ്യോഗിക പ്രഖ്യാപനമായില്ല, പക്ഷേ സ്ഥാനാർത്ഥിയുടെ പേരിൽ പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപേ ചുവരെഴുത്ത് തുടങ്ങിയത് ആലപ്പുഴയിൽ CPM നേതാവ് PP ചിത്തരഞ്ജന്റെ പേരിലാണ്. ആലപ്പുഴ മണ്ഡലത്തിലെ സിറ്റിംഗ് MLA ആയ ചിത്തരഞ്ജനെ തന്നെയാണ് CPM മണ്ഡലത്തിൽ പരിഗണിക്കുന്നത്. BJP പാലക്കാട് തെരഞ്ഞെടുപ്പിനെ ഒറ്റക്കെട്ടായി നേരിടുമെന്നും പാർട്ടിയിൽ വിഭാഗീയതയില്ല എന്നും പറയുകയാണ് ശോഭാ സുരേന്ദ്രൻ. BJP മികച്ച വിജയം നേടുമെന്നും പാലക്കാട് ചുവരെഴുതി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിച്ച് ശോഭ പ്രതികരിച്ചു. പ്രതിപക്ഷ നേതാവിന്റെ പുതുയുഗ യാത്ര അവസാനിച്ചല്ലോ. അതിനാൽ തന്നെ ഇനി അന്തിമ സ്ഥാനാർത്ഥി പട്ടിക വേഗത്തിൽ പൂർത്തിയാക്കുകയാണ് കോൺഗ്രസിന് മുന്നിലുള്ള ടാസ്ക്. തർക്കമുള്ള സീറ്റുകളൊക്കെ ചർച്ചയ്ക്ക് മധുസൂദൻ മിസ്ത്രി തയ്യാറായി നിൽക്കുകയാണ്. ഒരുമിച്ച് നിന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ അനുകൂല തരംഗം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആഞ്ഞടിക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ. അതിനായി വേഗത്തിൽ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി കളത്തിലിറങ്ങാനാണ് തീരുമാനം. 1 മാസക്കാലം നീണ്ടുനിന്ന പുതുയുഗ യാത്രയ്ക്ക് സമാപനമായതോടെ വലിയ ആത്മവിശ്വാസത്തിലാണ് UDF. ഒറ്റക്കെട്ടായി നിന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ അനുകൂല തരംഗം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആഞ്ഞടിക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസ് കണക്കുകൂട്ടുന്നത്. വേഗത്തിൽ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി കളത്തിലിറങ്ങാനാണ് തീരുമാനം. സ്ക്രീനിംഗ് കമ്മിറ്റി ചെയർമാൻ മധുസൂദൻ മിസ്ത്രിയുടെ അധ്യക്ഷതയിൽ 1ാം ഘട്ട പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകും. സിറ്റിംഗ് MLA-മാർക്ക് പുറമെ പ്രമുഖ നേതാക്കളെയും ഉൾപ്പെടുത്തി 40ഓളം സീറ്റുകളിൽ ആദ്യഘട്ടത്തിൽ പ്രഖ്യാപനം നടത്തും. തർക്കമുള്ള മണ്ഡലങ്ങളിൽ ചർച്ചകൾ നടത്തി സമവായത്തിലെത്താനാണ് നീക്കം. തിരുവനന്തപുരം, പത്തനംതിട്ട ഉൾപ്പെടെയുള്ള ജില്ലകളിൽ തർക്കം മറനീക്കി പുറത്തു വരികയാണ്. ഇതോടൊപ്പം മുസ്ലിം ലീഗുമായും കേരള കോൺഗ്രസുമായും ഉഭയകക്ഷി ചർച്ചകളും നടക്കുന്നുണ്ട്. സീറ്റുകൾ വച്ചുമാറുന്നതിനെ ചൊല്ലിയുള്ള അഭിപ്രായം ഐക്യമാണ് ലീഗുമായുള്ള ചർച്ചകളിൽ ഇനി ഉണ്ടാകേണ്ടത്. പട്ടാമ്പി, കോങ്ങാട്, തിരുവമ്പാടി സീറ്റുകളിലാണ് തീരുമാനമാകേണ്ടത്. കേരള കോൺഗ്രസിൽ നിന്നും 3 സീറ്റുകൾ കോൺഗ്രസ് ഏറ്റെടുക്കുമെന്ന് അറിയിച്ചതിനെ തുടർന്ന് കടുത്ത അതൃപ്തിയിലാണ് ജോസഫ് വിഭാഗം. 7 സീറ്റുകളിൽ മാത്രമായി ഒതുങ്ങാൻ തയ്യാറല്ല എന്ന് അവർ കോൺഗ്രസിനെ അറിയിച്ചു കഴിഞ്ഞു. അതേസമയം ഉഭയകക്ഷി ചർച്ചകളിൽ തീരുമാനം നീണ്ടുപോകുന്നതിൽ ഘടകകക്ഷികൾക്ക് നീരസവുമുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് BJPയുടെ മികച്ച മുന്നേറ്റത്തിന് തടസ്സം വിഭാഗീയത എന്ന വിമർശനം അടിസ്ഥാനരഹിതമെന്ന് മുതിർന്ന BJP നേതാവ് V മുരളീധരൻ. അമൃത TVയുടെ തെരഞ്ഞെടുപ്പ് പോഡ്കാസ്റ്റ് നോട്ട് ദി പോയിന്റിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടി BJP വോട്ട് തേടുമെന്ന് പറഞ്ഞ അദ്ദേഹം കഴക്കൂട്ടത്ത് ജയിച്ചാൽ കേന്ദ്ര മോഡൽ വികസനം കൊണ്ടുവരുമെന്നും വ്യക്തമാക്കി. K മുരളീധരനെ ഏത് വിധേനയും തോൽപ്പിക്കാനുള്ള ശ്രമം BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്ന വാദം പൂർണ്ണമായും V മുരളീധരൻ തള്ളി. വിശ്വാസത്തിനും വികസനത്തിനും സുരക്ഷയ്ക്കും ഒരു വോട്ട് എന്ന മുദ്രാവാക്യം ഉയർത്തി ജനങ്ങളെ സമീപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. എയിംസിന് ഏറ്റവും ഉചിതമായ സ്ഥലം തിരുവനന്തപുരം എന്നാണ് തന്റെ അഭിപ്രായമെന്നും V മുരളീധരൻ അമൃത ന്യൂസിനോട് പറഞ്ഞു. മറ്റു പാർട്ടികളെ പോലെയാണ് BJP എന്ന് വരുത്താനുള്ള ബോധപൂർവമായ നീക്കം. LDF, UDF കേന്ദ്രങ്ങളിൽ നിന്നുണ്ടാകുന്നതിൻ്റെ ഭാഗമാണ് വിഭാഗീയത ഉയർത്തിക്കാട്ടുന്നത് എന്ന് പറഞ്ഞ V മുരളീധരൻ മികച്ച നേട്ടത്തിലേക്ക് പാർട്ടി പോകാത്തതിന് കാരണം വിഭാഗീയതയാണെന്ന വിമർശനങ്ങൾ തള്ളുകയും ചെയ്തു. BJPയെക്കുറിച്ച് BJPയും
കോൺഗ്രസിലും CPM ഒക്കെ ഉള്ളതുപോലെ തന്നെ ഒരു പല ഫാക്ഷണൽ വിഭാഗീയ കാര്യങ്ങൾ നടക്കുന്ന ഉള്ളൊരു പാർട്ടിയാണ് എന്ന് ചിത്രീകരിക്കേണ്ടത് CPM-ൻ്റെയും കോൺഗ്രസിൻ്റെയും താല്പര്യമാണ്. കാരണം BJP ഞങ്ങളെപ്പോലെ അല്ലാത്തൊരു പാർട്ടിയാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യം വന്നു കഴിഞ്ഞാൽ BJP-യിലേക്ക് ആളുകൾ വരും. അത് വരാതിരിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള ഒരു പ്രതിച്ഛായ BJP-ക്കുറിച്ചും സൃഷ്ടിക്കണം. ആ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് അവർ രണ്ടുപേരും കൂടി ശ്രമിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ കഷ്ടിച്ച് 80% ആൾക്കാർ അവരുടെ പിന്തുണക്കുന്ന ആൾക്കാരാണ്. ആ 80% ആൾക്കാർ പിന്തുണക്കുന്ന രണ്ട് പാർട്ടികൾ ഒരുമിച്ച് ചേർന്നിട്ട് ഒരു ശ്രമം നടത്തി കഴിഞ്ഞാൽ അത് തടയാൻ ഞങ്ങൾക്ക് പരിമിതികളുണ്ട്. അത് ഒരു പരിധിവരെ ആ പ്രചാരണം നടക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. പക്ഷേ ഞങ്ങളുടെ ഇടയിൽ ആ തരത്തിൽ ഈ വിഭാഗീയത തെരഞ്ഞെടുപ്പിൽ പ്രതികൂലമായിട്ട് ബാധിച്ചു. ഇപ്പോൾ ആറ്റിങ്ങൽ ഞാൻ തോക്കാൻ കാരണമോ ഇവിടെ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ തോക്കാൻ കാരണമോ ഇതുപോലത്തെ വിഭാഗീയതയാണെന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് വസ്തുതകളുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യം. കേരളത്തിലെ കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ ഉയർത്തിക്കാട്ടി ആ മോഡൽ വികസനം കേരളത്തിൽ നടപ്പാക്കുമെന്ന ഉറപ്പ് നൽകി തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ സമീപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കഴക്കൂട്ടത്തെ ജനങ്ങൾ ഈ വികസനത്തെ തെരഞ്ഞെടുപ്പിൽ അംഗീകരിക്കുമെന്നും വി മുരളീധരൻ വ്യക്തമാക്കി. കേന്ദ്ര സർക്കാരിൻ്റെ വികസനം എന്ന് മാത്രമല്ല, ആ മോഡലുള്ള വികസനമാണ് കേരളത്തിൽ വേണ്ടത്. ഇനി നടപ്പാക്കാൻ പോകുന്ന സമയബന്ധിതമായിട്ടുള്ള വികസനം. നരേന്ദ്രമോദിയുടെ പോയിന്റ് എന്ന് വെച്ചാൽ ഒന്ന് ടൈം ബൗണ്ട് ഡെവലപ്മെൻറ്റ്, എല്ലാവർക്കും വികസനം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കുടിവെള്ളം, എല്ലാവർക്കും വീട്, എല്ലാവർക്കും ഭക്ഷ്യധാന്യങ്ങൾ. കോൺഗ്രസ് സർക്കാരുകളിൽ അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഗരീബി ഹട്ടാവോ. 40-50 കൊല്ലമായിട്ട് ആ മുദ്രാവാക്യമാണ്. നരേന്ദ്രമോദി അതല്ല, അടുത്ത 5 കൊല്ലം കൊണ്ട് ഇത് പൂർത്തിയാവണം. അടുത്ത 5 കൊല്ലം കൊണ്ട് എല്ലാവർക്കും ആരോഗ്യം. വട്ടിയൂർക്കാവിൽ ഏതു വിധേനയും കെ മുരളീധരനെ തോൽപ്പിക്കാൻ BJP RSS നീക്കമുണ്ടെന്ന വാർത്തകൾ വി മുരളീധരൻ തള്ളിക്കളഞ്ഞു. കഴിഞ്ഞ ദിവസം നോട്ട് ദ പോയിന്റിൽ കെ മുരളീധരനും സമാന വിമർശനം ഉയർത്തിയിരുന്നു. അങ്ങനെയൊന്നും ഞാൻ കേട്ടിട്ടില്ല. ഞങ്ങൾ ജയിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്, ആരെങ്കിലും ഒരാളെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. BJP ജയിക്കണം. വട്ടിയൂർക്കാവിൽ BJPക്ക് ജയിക്കണം, കഴക്കൂട്ടത്ത് BJPക്ക് ജയിക്കണം, നേമത്ത് BJPക്ക് ജയിക്കണം, തിരുവനന്തപുരത്ത് BJPക്ക് ജയിക്കണം. ഇതാണ് BJP ഫോക്കസ്. ആര് എതിർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചുള്ള അപ്രസക്തമാണ്. അപ്പം ഞങ്ങൾ ജയിക്കുമ്പോൾ ബാക്കിയുള്ളവർ തോക്കും. എയിംസിന് ഏറ്റവും ഉചിതമായ സ്ഥലം തിരുവനന്തപുരമാണെന്നാണ് തന്റെ ഉറച്ച അഭിപ്രായമെന്നും വി മുരളീധരൻ പറഞ്ഞു. ആലപ്പുഴയ്ക്ക് വേണ്ടി സുരേഷ് ഗോപി വാദിക്കുന്നതിനിടയിലാണ് തിരുവനന്തപുരത്തിന് വേണ്ടി ഒരു മുതിർന്ന BJP നേതാവ് പരസ്യ നിലപാട് സ്വീകരിക്കുന്നത്. തിരുവനന്തപുരത്ത് എയിംസ് വരണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അക്കാര്യത്തിൽ എനിക്ക് വേറൊരു അഭിപ്രായമില്ല. തിരുവനന്തപുരമാണ് താങ്കൾ ആഗ്രഹിക്കുന്ന തിരുവനന്തപുരത്താണ് അതിൻ്റെ ആവശ്യകത. കാരണം ഈ തെക്കൻ കേരളത്തിലുള്ള, തെക്കൻ തമിഴ്നാട്ടിലുള്ള ആളുകൾക്കുൾപ്പെടെ ഈ തിരുവനന്തപുരത്ത് എയിംസ് വരുന്നതിലൂടെ ധാരാളം പ്രയോജനപ്പെടും. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. പശ്ചിമേഷ്യൻ സംഘർഷത്തിനിടെ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കുകയാണ് UAE. രാജ്യത്തിന്റെ പരമാധികാരം, ദേശീയ സുരക്ഷ എന്നിവ സംരക്ഷിക്കുന്നതിനും പൗരന്മാരുടെയും താമസക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനും ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാനുള്ള പൂർണ്ണ അവകാശമുണ്ട് എന്ന് UAE വ്യക്തമാക്കി. ക്രൂരവും നീതീകരിക്കാൻ സാധിക്കാത്തതുമായ ആക്രമണങ്ങൾക്കെതിരെ സ്വയം പ്രതിരോധത്തിനായിട്ടാണ് പ്രവർത്തിക്കുന്നത്. സംഘർഷത്തിൽ പങ്കാളിയാകില്ല എന്നും UAE വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു. അതേസമയം ഇന്നും GCC രാജ്യങ്ങൾക്ക് മേൽ ഇറാന്റെ ആക്രമണ ശ്രമം ഉണ്ടായി. രാജ്യത്തിന്റെ പരമാധികാരം, ദേശീയ സുരക്ഷ എന്നിവ സംരക്ഷിക്കുന്നതിനും UN ചാർട്ടറിന് അനുസൃതമായി സ്വയം പ്രതിരോധത്തിനുള്ള അവകാശത്തെ അടിസ്ഥാനമാക്കി പൗരന്മാരുടെയും താമസക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനും ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കാനുള്ള പൂർണ്ണ അവകാശമുണ്ടെന്ന് UAE വ്യക്തമാക്കി. അടിസ്ഥാന സൗകര്യങ്ങളെയും സിവിലിയൻ കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ട് 1400-ലധികം ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും വിക്ഷേപിച്ചതും നാശനഷ്ടങ്ങൾക്ക് കാരണവുമായ ക്രൂരവും നീതീകരിക്കപ്പെടാത്തതുമായ ഇറാനിയൻ ആക്രമണത്തിനെതിരെ സ്വയം പ്രതിരോധത്തിനായിട്ടാണ് പ്രവർത്തിക്കുന്നതെന്നും സംഘർഷത്തിൽ പങ്കാളിയാകാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും UAE വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ വിശദീകരിക്കുന്നു. മേഖല അപകടകരമായ വഴിത്തിരിവിലാണെന്നും സൈനിക നടപടികൾ വർദ്ധിച്ചു വരുന്നുവെന്നും നയതന്ത്ര സമീപനം ഉണ്ടാകണമെന്നും ഒമാൻ ആവശ്യപ്പെട്ടു. ഓൺലൈനായി ചേർന്ന അറബ് ലീഗ് കൗൺസിലിന്റെ അസാധാരണ മന്ത്രിതല യോഗത്തിലാണ് ഈ പ്രസ്താവന നടത്തിയതെന്ന് ഒമാൻ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. GCC രാജ്യങ്ങൾക്കെതിരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങളെ ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയാത്ത പ്രവൃത്തിയാണെന്ന് കുവൈറ്റ് വിദേശകാര്യമന്ത്രി യോഗത്തിൽ പറഞ്ഞു.
ഖത്തറിൽ റിമോട്ട് വർക്ക് സംവിധാനം തുടരും. ഓരോ സ്ഥാപനത്തിലെയും 70% ജീവനക്കാർക്കും വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ അനുവദിക്കും. മാർച്ച് 10-നും 18-നും ഇടയിൽ കൂടുതൽ പ്രത്യേക വിമാന സർവീസുകൾ നടത്തുമെന്ന് എയർ ഇന്ത്യ അറിയിച്ചിട്ടുണ്ട്. ബഹ്റൈനിൽ സിവിലിയൻ മേഖലയ്ക്ക് നേരെ നടന്ന ഡ്രോൺ ആക്രമണത്തിൽ ജലശുദ്ധീകരണ പ്ലാന്റിന് കേടുപാടുകൾ സംഭവിച്ചു. കുവൈറ്റിൽ നാഷണൽ ബാങ്ക് ഓഫ് കുവൈറ്റ് ഹെഡ്ക്വാർട്ടേഴ്സ് ഉൾപ്പെടെ ചില ബാങ്കുകൾ തൽക്കാലത്തേക്ക് പ്രവർത്തനം നിർത്തുന്നതായും അറിയിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, മിഡിൽ ഈസ്റ്റ്. ഒൻപതാം ദിനവും പശ്ചിമേഷ്യയിൽ സംഘർഷത്തിന് അയവില്ല. കൊല്ലപ്പെട്ട ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയുടെ പിൻഗാമിയെ തെരഞ്ഞെടുത്തതായി ഇറാൻ അറിയിച്ചു. തെരഞ്ഞെടുപ്പിൽ വിദേശ ഇടപെടൽ അനുവദിക്കില്ല എന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. അതിനിടെ അയൽ രാജ്യങ്ങളോടുള്ള തന്റെ അനുനയ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാൻ. ഏത് നീക്കത്തിനും ശക്തമായി തിരിച്ചടി നൽകുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. പേർഷ്യൻ കടലിടുക്കിൽ കുടുങ്ങിയ കപ്പലുകളെ തിരികെ കൊണ്ടുവരാൻ ഇന്ത്യ. ചരക്ക് കപ്പലുകൾക്ക് ഇന്ത്യൻ നാവികസേന സുരക്ഷ ഒരുക്കും. ഇത് സംബന്ധിച്ച തീരുമാനം ഉടൻ ഉണ്ടാകുമെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. കപ്പലുകളിൽ ആകെ 20,000 തൊഴിലാളികൾ ഉണ്ടെന്നാണ് നിഗമനം. പേർഷ്യൻ കടലിടുക്കിൽ കുടുങ്ങിയതിൽ ഷിപ്പിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ കപ്പൽ ഉൾപ്പെടെ 10%-ത്തിലധികവും ഇന്ത്യൻ പതാക വഹിക്കുന്നവയാണ്. അതേസമയം പേർഷ്യൻ ഉൾക്കടലിൽ എണ്ണ ടാങ്കറുകൾക്ക് നേരെ ഇന്ന് വീണ്ടും ഇറാൻ ആക്രമണമുണ്ടായി.